പൗളീൻ ലേഖന പഠന പരമ്പരയിൽ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലേക്ക് പ്രവേശിക്കുക. ഈ രണ്ടാമത്തെ ലേഖനം എന്ന് പറയുന്നത് ശുശ്രൂഷകർക്ക് ആവശ്യമായ വചനങ്ങൾ നിറഞ്ഞ ഭാഗമാണ്. നമുക്ക് ഇപ്രകാരം ആദ്യമേ കേൾക്കാം. 1-ാമത്തെ അധ്യായം 7-ാം തിരുവചനം. എന്തെന്നാൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെ ആത്മാവിനെയാണ്. അതുപോലെ സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഈ അഭിഷേകമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പൗലോസ് തിമോഥെയോസിന് പറയുകയാണ്. അതുപോലെ 2-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വചനഭാഗം ഒരു കർത്താവിന്റെ പടയാളി എപ്രകാരമായിരിക്കണമെന്ന് പഠിപ്പിക്കുക. ഈ ലോകത്തിന്റെ പടയാളി ലോകത്തിനു വേണ്ടി ശക്തമായി ഓടുന്നുണ്ടെങ്കിൽ അതുപോലെ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ് കർത്താവിന്റെ പടയാളി എന്നുകൂടി പൗലോസ് പറയുക. ആ വചനഭാഗം ശ്രദ്ധിക്കാം. എൻ്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അപ്പൊ കൃപ ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. അനേകം സാക്ഷികളുടെ മുമ്പിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ ഇവിടെ എത്ര തലമുറയായി? 4 തലമുറയായി. ശ്രദ്ധിക്കണേ, ഇതാണ് ശ്ലൈഹിക പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നിൽ നിന്ന് കേട്ടവ, പൗലോസിൽ നിന്ന് കേട്ടവ നീ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികളെ പഠിപ്പിക്കുക. അപ്പോൾ പൗലോസ് തിമോഥെയോസിന് കൊടുക്കുന്നു. തിമോഥെയോസ് അത് ഒരു സമൂഹത്തിന് കൊടുക്കണം. അവരെന്ത് ചെയ്യണം? അടുത്ത തലമുറയ്ക്ക് കൈമാറണം എന്നുള്ള കാര്യമാണ് പൗലോസ് പറയുന്നത്. അത് 4 തലമുറ ക്രിസ്തു വെച്ച് വരികയാണെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് പൗലോസിലേക്ക് ലഭിക്കുന്നു, പൗലോസ് എന്ന് തിമോഥെയോസിന് ലഭിക്കുന്നു, തിമോഥെയോസ് ഒരു സമൂഹത്തിന് കൊടുക്കുന്നു, അവർ അടുത്ത തലമുറയ്ക്ക് അത് പഠിപ്പിക്കണം. 5 തലമുറയെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കുക. ഇതാണ് ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ ഒരു വചനഭാഗം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്റെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യസിക്കും കിരീടം ലഭിക്കുകയില്ല. നമുക്കറിയാം, 2 ഹൃദയങ്ങളെ വെച്ചുകൊണ്ട് സുവിശേഷ വേലയെ, ശുശ്രൂഷയെ പൗലോസ് പറഞ്ഞിരിക്കുകയാണ്. ഈ 2 കൂട്ടരും നിത്യം അധ്വാനിക്കുന്നവരാ. ഒന്ന് പട്ടാളക്കാർ, അവർക്ക് വിശ്രമമില്ല. അവർ പൂർണ്ണ സമയം സജ്ജരായിരിക്കണം. എപ്പോൾ വിളിച്ചോ അപ്പോൾ റെഡി എന്ന് പറഞ്ഞു നിൽക്കുന്ന വിഭാഗമാണ് പട്ടാളക്കാർ. അവർ ഡ്യൂട്ടിയിലായിരിക്കും. ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തും എപ്പോൾ വിളിച്ചാലും റെഡി എന്ന നിലയിൽ അവർ സജ്ജരായിരിക്കും. ഇതാണ് പട്ടാളക്കാരുടെ പ്രത്യേകത. അടുത്ത വിഭാഗമാണ് കായിക അഭ്യാസികൾ. നമുക്കറിയാം, കായിക അഭ്യാസികൾ നിരന്തരം പരിശീലനത്തിന് ഏർപ്പെടുന്നവരാ. അവർക്ക് രാവെന്നോ പകലെന്നോ ഇല്ല. അവരുടെ ജീവിതം എടുത്ത് പഠിക്കുമ്പോൾ അവർ അതിനു വേണ്ടി, അവരുടെ വിജയത്തിന് വേണ്ടി അവർ ചെയ്ത അധ്വാനങ്ങൾ എന്ന് പറയുന്നത് വളരെയധികമാണ്. ചെറുപ്പം മുതലേ അധ്വാനിച്ച് പരിശീലിച്ച് അവർ ആ ഒരു തലത്തിലേക്ക്, വിജയത്തിലേക്ക്, ഒരു കപ്പിന് വേണ്ടി, ഒരു സമ്മാനത്തിന് വേണ്ടി അവർ നിത്യമായി അധ്വാനിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, നിശ്ചിത സമയങ്ങളിൽ അധ്വാനിക്കുന്നു. ഇങ്ങനെ പൂർണ്ണ സമയം കായികാഭ്യാസി സജ്ജരായിരിക്കും. ഈ 2 കൂട്ടരുടെ പോലെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവർ സദാസമയം സജ്ജരായിരിക്കണം, സദാസമയം പരിശീലിക്കപ്പെടുന്നവരായിരിക്കണം. അതാണ് പറയുന്നത്. മടിയന്മാരാകരുത്, പ്രാർത്ഥിക്കാത്തവരാകരുത്, പഠിക്കാത്തവരാകരുത്, നിരന്തരം സജ്ജരായിരിക്കണം. എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധത്തിനെന്ന വണ്ണം ശുശ്രൂഷ ചെയ്യുവാൻ സജ്ജരായിരിക്കണം. ആ സമയത്ത് എനിക്കിപ്പോൾ നേരമില്ല, എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ ഭയങ്കര തിരക്കിലാണ് എന്നൊന്നും പറഞ്ഞൊഴിയാൻ പാടില്ല. കാരണം ഒരു കായിക അഭ്യാസിയും ഒരു പട്ടാളത്തിൽ ചേർന്നവനും അങ്ങനെ പറയില്ല. അതുപോലെ സജ്ജരാകേണ്ട ശുശ്രൂഷയാണ് കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പൗലോസ് പഠിപ്പിക്കുക. 2-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യം, ലൗകികമായ വ്യർത്ഥഭാഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ജനങ്ങളെ ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഈ ഭക്തിരഹിതയുടെ സംസാരം ശരീരത്തെ കാണുന്നു നിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഇവിടെ 2 പേർ ഉദാഹരണം പറയുന്നുണ്ട്. ഇക്കൂട്ടത്തിൽപ്പെട്ടവരാണ്
ഹുമനിയോസും ഫിലത്തോസും. ഇവിടെ സഹോദരങ്ങളെ, കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നതിന് പകരം ലൗകികമായ പല കാര്യങ്ങളും അതും ഇതും വിളിച്ചു പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇന്ന് പലരും സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷം പറയുന്നതിന് പകരം അവരുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ പറയുക, മറ്റു മതങ്ങളുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്ത് പറയുന്നു, മറ്റു നോവലുകൾ റെഫർ ചെയ്ത് പറയുന്നു. ഇങ്ങനെ സുവിശേഷം പറയുന്നതിന് പകരം വേറെ അതും ഇതും ലൗകിക കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായി പറയുക, മറ്റുള്ളവരെ കൂടി ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കും. ഇന്നിങ്ങനെ പ്രസംഗിക്കുന്ന പലരുമുണ്ട്. ഭക്തിരാഹിത്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ജനതയായി മാറുന്നതിനൊരു കാരണം ഇതാണ്. ശുശ്രൂഷകർക്കുള്ള മറ്റൊരു നിർദ്ദേശമായിട്ട് പറയുകയാണ്, അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകരുക. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നതോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വെക്കുക. മൂഢവും ബാലിശുമായ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്, അവ കലങ്ങൾക്കിടയാക്കും. കർത്താവിന്റെ ദാസൻ കലഹപ്രിയനായിരിക്കരുത്. എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തിലേക്ക് മടങ്ങി വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. ശക്തമായ നിർദ്ദേശങ്ങൾ. എപ്രകാരമായിരിക്കണം സമൂഹത്തോട് പെരുമാറേണ്ടത് എന്നുള്ള നല്ലൊരു മെസ്സേജാണ് പൗലോസ് നൽകിയത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.